ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡൽഹിയിലെത്തിയിട്ട് രണ്ടാമത്തെ ദിവസവും എത്തിയിട്ട് ഒന്ന് ഉറങ്ങി പുറത്തേക്ക് നടക്കാനടക്കാന്ന് വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഇതിലൊക്കെ എന്നിട്ടാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട്. ഏറ്റവും ഇന്ന് ഇന്ത്യ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകുന്നു. പക്ഷേ എന്തായാലും പുറത്തേക്ക് ഒന്ന് ഇറങ്ങട്ടെ. നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇതാണ്. അതെ, ഇതാണ് പ്ലേസ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നാട്ടൊക്കെ ഇറങ്ങിയിരിക്കണം ഈ റോഡിൽ കൂടി. ഇവിടുത്തെ പബ്ലിക് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ കാണുന്നത്. ഒരു സ്കൂളാണ് ഗൈസ്. സ്കൂളിൻ്റെ അവിടെ തന്നെ മൊത്തം വെട്ടിക്കിറക്കി. ഒരു സ്ട്രീറ്റാണ് കണ്ടത്. വൃത്തി വളരെ കുറവാണ് ഇവിടം വരെ നോക്കിയിട്ട്. ഈ റോഡിൽ നടന്നിട്ടിങ്ങനെ പല സ്ഥലങ്ങളിലും പല വീടുകളൊക്കെ നൈസാണ്. ഈ കാണുന്ന വീടൊക്കെ നോക്കുമ്പോൾ അടിപൊളിയാണ്, പക്ഷെ ക്ലീനില്ല. ഓരോ സ്ഥലങ്ങളിൽ ഇതൊരു PG പോലത്തെ ഒരു ഏരിയ സ്ഥലങ്ങളാണ് എടുത്താണ് റൂം. നാടും ഉണ്ട്, ഞങ്ങൾ പോയില്ല, നിറച്ച് ശരിയാണ്. പക്ഷെ എന്തായാലും നടക്കാം. വെള്ളം നമ്മൾ പോണൊരു വഴിയാണ് ഈ കാണുന്നത്. നോക്കി ഒരു വഴി ഇവിടെ കണ്ടാണ് സ്ഥലമുണ്ട്. ഇന്ന് ഞാൻ ഈ വഴികളിലൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കും. വെള്ളം പക്ഷെ ഒരു സ്ഥലം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കണ്ടിട്ട് ഗൈസ് കേരള സ്റ്റോഴ്സ് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഇന്ന വഴി പോകാണ്ട് ഞാൻ വേറെ ഏതോ വഴി പോയി. അന്ന വഴി പോകാതെ നേരെ വേറെ ഏതോ വഴി പോകാൻ പറ്റും. പക്ഷേ ആ സ്ഥലത്ത് ഇവിടെ പോകുമ്പോൾ അതുകൊണ്ട് നമ്മളവിടെ എത്തിയ പോലെ ഇല്ല. ഞാൻ താമസിക്കുന്ന സ്ഥലം പല വഴി കയറി വരുമ്പോഴാണല്ലോ ഓരോ സ്ഥലങ്ങളിലെത്തുന്നത്. വേണ്ട, ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ തന്നെ നമ്മൾ തിരിഞ്ഞെത്തി. ഞാൻ കറങ്ങിയാണ് പോയത്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്പെഷ്യൽ സാധനം ഞാൻ കാണിച്ചുതരാം. ഇതിങ്ങനെ നോക്കിക്കോ. ഇതിവിടുത്തെ മിനിസ്ട്രി ഓഫ് എന്താ സാധനമാണ്, മിനിസ്ട്രി ഓഫ് എന്ന സാധനം എൻ്റെ അടുത്താണ് കാണുന്നത്. ബെസ്റ്റ്, വാട്ട് എ ബ്യൂട്ടി അല്ലേ. എന്താ നോക്കിയേ, നിറച്ച് പൊല്യൂഷനും നിറച്ചിതും. മെയിൻ സ്ഥാനത്തിൻ്റെ തൊട്ടടുത്ത് വേസ്റ്റ് മാലിന്യത്തിൻ്റെ കൂമ്പാരം. ഇങ്ങനെയാണ് നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇങ്ങനെയൊക്കെയാണ്. ഓ മൈ ഗോഡ് മാൻ. ഒരു സ്കൂളാണിത്. ഇത് സ്കൂൾ പരിപാടിയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതൊക്കെ ഇടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കണമല്ലോ. ഇല്ല, തൊട്ട് ഫ്രണ്ടിൽ തന്നെ. അല്ലെങ്കിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വഴികളിലൂടെ ഉള്ളേരിയകളിലൂടെ ഒക്കെ കൊണ്ടിരിക്കുന്നത്. അതായത് സ്കൂളിൻ്റെയും ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ബെസ്റ്റാണ്. അപ്പോൾ പറയണോ പിന്നെ അതിന് ഉള്ളിലേക്കുള്ള സ്ഥലത്ത് പിന്നെ എങ്ങനെ ഇരിക്കുമെന്ന് പറയേണ്ട കാര്യമില്ല. നടന്നുകൊണ്ടിരിക്കുക, ഓരോ കാഴ്ചകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷോപ്പട്ടിയാ തോന്നണ വഴി കൂടിയൊക്കെ നടന്ന് വീണ്ടും ഞാൻ ഒരു സ്ഥലത്ത് തന്നെ എത്തണത്. പല വഴി കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്ഥലം വീണ്ടും അവിടെ തന്നെ വന്നു. കാണുന്ന വഴി കൂടിയൊക്കെ കയറിപ്പോണ്ട്. അങ്ങനെയൊന്നും അറിയില്ല, നോക്കട്ടെ. ഒക്കൊണ്ടേയിരിക്കുക. ഇന്നത്തെ എൻ്റെ ബ്ലോഗ് ഇവിടുത്തെ പരിസരത്തെ വൃത്തിയും കാര്യങ്ങളൊക്കെ. ഫോണടിക്കുമ്പോൾ അതിന് ആവശ്യം ഒരു പേടിയാണ്. അവിടെ ഇനി നമ്മൾ വേറൊരു ഡൽഹിയുടെ വേറൊരു കാഴ്ചയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത്രയും നേരം കണ്ടത് വേറൊരു ഡൽഹി. ഇനി അടുത്തൊരു ഡൽഹി എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് നോക്കാം. ഡൽഹി പോഷും അല്ലാണ്ട് ലോക്കൽ. നമ്മൾ ലോക്കലാണ് ഇത്ര നേരം കണ്ടത്. നല്ലതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ കുറച്ച് സ്ഥലങ്ങളുമ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിൽ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകണം. അപ്പം അങ്ങനെ പോകണം, ഇങ്ങനത്തെ രീതി പോകണം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും അങ്ങനെ പോകാം. നേരെ ഒരു വീഡിയോ എടുത്തിട്ട് നേരെ പോകാൻ ഫസ്റ്റ് കുത്തം മിനാറിലേക്കാണ് നമ്മുടെ യാത്ര. അവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാം. ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഗൈസ്. മൊത്തം ഡൽഹി ഫുള്ള് ഇതാണ്. അല്ല, ഓരോരുത്തരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കണുണ്ടോ. ഈ ബായുടെ വണ്ടി മേമുണ്ട് കോട്ടി. നമ്മുടെ അവിടെ ഇത്രയും ഇല്ല. ഇവിടെയാണ് ഭയങ്കരമായിട്ട് എല്ലാ വണ്ടിമേയും കൂടി അതുപോലെ നിറച്ചലങ്കരിച്ചേക്കും കൊടികളൊക്കെ വെച്ചിട്ടുണ്ട്.
മണി വരെ ഓടിയുണ്ട്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ടിലെ വഴികളാണ് ഈ കാണുന്നത്. ഓരോ സ്ഥലങ്ങളും ഓരോ അനുഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, വ്യത്യസ്തമായ ഓരോ സ്ഥലങ്ങൾ. ഇവിടെ വണ്ടിയാണെങ്കിൽ ഇടയ്ക്ക് ഈ പുള്ളിക്കാരൻ പ്ലെയിനാണ് ഓടിക്കുന്നതെന്നാണ് തോന്നുന്നത് ചില നിമിഷം. നമുക്ക് നോക്കാം ഡൽഹിയുടെ വേറൊരു സ്ഥലം എങ്ങനെയാണ്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമുക്ക് കുത്തം മിനാർ എത്തിക്കാണ്. ഇവിടെ എന്തോ ടിക്കറ്റ് എടുക്കാനുണ്ട്. ടിക്കറ്റ് നാപ്പതിനെ കണ്ടാണ്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ടായിരിക്കാം ക്യൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓൺലൈൻ്റെ സെറ്റപ്പ് ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നേരം ക്യൂ നിൽക്കണ്ട. അപ്പോൾ കടയിൽ നിന്ന് സാധനം ചെയ്യുക, ഓൺലൈൻ ചെയ്യുക, നേരെ കയറിയാണ് പോകാം. നിങ്ങൾ അത്രയും നേരം ക്യൂ നിൽക്കണം. അപ്പം ഇങ്ങോട്ടേക്കാണ് എൻട്രി. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുക, നേരെ അങ്ങോട്ട് പോവാം. സ്കാൻ ചെയ്താൽ മാത്രമാണ് അവിടെ തുറക്കുള്ളൂ. അപ്പം നമ്മൾ പൊക്കൊണ്ട് ഇതേ വിമാനം പോകുന്നു. വിമാനം എന്തൊക്കെയോ ഇവർ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഇത് കാണാനായിട്ടാണ് വന്നത്, നമ്മുടെ ചെമ്മീനാർ. ഇതെന്തോ പൊള്ളാട്ട് സെറ്റപ്പ്. ഇതിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അല്ല, ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ കുത്തമ്പീനാറിൻ്റെ ഫ്രണ്ടിലാണ്. കുത്തമ്പീനാർ ഇവിടെയൊക്കെ എന്ത് വൃത്തിയാണ്. ഇവിടെ ഇതുപോലെ എല്ലായിടവും ആയിരുന്നെങ്കിൽ നൈസായനെ. എന്തായാലും അങ്ങോട്ടേക്ക് നടന്നു പോകാം ഗൈസ്. നമുക്ക് ഇതൊക്കെ ഒന്ന് കാണട്ടെ ഗൈസ്. ഞാൻ എങ്ങനെയൊക്കെ നോക്കാം. കൊള്ളാട്ടി സ്ഥലം ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേകത, ഇത് 1119 പണിതാണ്. ഇത്രയും കൊല്ലത്തെ പഴക്കൊണ്ട് ഇനി പണ്ട് പണിതൊന്നും പെട്ടെന്നൊന്നും പോകില്ല. അതാണ് പ്രശ്നം. ഇതെന്തോ ആരോ എന്തോ സാധനം വിജയിച്ചു നിന്നിട്ട് പണിത് വെച്ച സാധനമാണ്. കല്ലിലാണ് സാധനം തെറ്റി വരുന്നത്. ഇതൊക്കെ നോക്കി വിഷ്വലാക്കണ്ട. ഫുള്ള് ഇതെന്തോ ജയിലായിരുന്നു. ഇന്ന് മുകളിലേക്ക് പോകണമെന്തോ വഴിയാണ് ഗൈസ്. പട്ടീൻ്റെ ഇടയിൽ കിടന്ന് ഉറങ്ങണം. നോക്കി മരിച്ചതാണോ അതോ ഇല്ല, അവന് ജീവനുണ്ട്. കൊടിയുണ്ട് ഗൈസ് ഇവിടെ വരണം. ഇനി ഇൻഡിപെൻഡൻസ് ഡേ കൊടി മീനാറിൻ്റെ മുന്നിലൂടെ നമുക്കൊരു വീശാം. അപ്പം ഞാനിതൊക്കെ ഒന്ന് നടന്നിങ്ങനെ നമുക്കിങ്ങനെ കാണാം. ഇവിടെ തന്നെ ഞാനിത് വെച്ച് പോയാണെങ്കിലോ ഞാനായിട്ട് നശിപ്പിക്കാനുള്ള. ஆமாம், അങ്ങനെയാണ് കുറേ ഉണ്ട് ഗൈസ്. ഇഷ്ടം പോലെ ഉണ്ട് നടന്ന് കാണാൻ. ഞാനിങ്ങനെ നടന്ന് കാണുകയാണെങ്കിൽ ഒത്തിരി നേരം എനിക്ക് കാണാനുണ്ട്. ഒരുപാട് സ്ഥലമുണ്ട്. കണ്ടോ, ടോപ്പിൽ മുകളിൽ കയറണം. പണ്ട് അവന്മാരൊക്കെ ഒരു പരിപാടിയൊക്കെ അല്ലേ പണിയാണ് വരിക. സെറ്റപ്പാണല്ലേ. പണ്ടത്തെ വരെ സമ്മതിക്കണം അല്ലേ. പണ്ട് വെച്ചേക്കണം. കുറേ സ്ഥലത്തൊക്കെ പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എല്ലാ സ്റ്റോറേജ് മൊത്തം തീർന്നു. കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിച്ചു തന്നെ. ടോപ്പാണ്. എന്തൊരു ഹൈറ്റ് ഉണ്ട്. 72 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്. ഇത്രയും മുകളിലോട് ഹൈറ്റിൽ അന്ത കാലത്ത് അവർ പണിത്.
ഇവിടെ നല്ല ക്ലീൻ ആൻഡ് വൃത്തിയാണ്. ഇതുപോലെ എല്ലാ സ്ഥലവും സൂക്ഷിക്കാൻ പറ്റും. എനിക്ക് അടിപൊളിയായി. എത്ര ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു പ്ലേസൊക്കെ അരികത്ത് വന്ന് നിൽക്കുമ്പോൾ ഇത്രയും പോകുന്നുണ്ട്. വേണ്ട, അരികത്ത് വന്ന് നിൽക്കുമ്പോൾ ഇത്രയും പോകും. ദൂരെ വന്ന് നിന്നപ്പോൾ ഇത്രയും ഉണ്ട്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അടുത്ത് പോയപ്പോൾ ഇത്രയും, ദൂരെ വന്നപ്പോൾ ഇത്രയും. എന്തുവാണല്ലോ ഇവിടെ പണിത് വെച്ചേക്കണമാതിരി ഓരോ സ്ഥലത്തും സൂപ്പർ. പല സ്ഥലങ്ങളിലും പൊളിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ സൂപ്പറായിട്ടാണ് പണിത് വെച്ചേക്കണം. പണ്ടത്തെ ആൾക്കാരുടെ എല്ലാം ഹാൻഡ് വർക്ക്, കല്ലിൽ കൊത്തി സെറ്റപ്പ് ആയിട്ടേക്കണം. അതാണ് പഴയ ആൾക്കാർ പണിയുമ്പോണ്ടാണ് ഗുണം. ആന നിൽക്കും. മാർവലസ്, സൂപ്പർ, രക്ഷയിൽ ഇത് കാണാനായി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഇതൊക്കെ വന്ന പോലെ എക്സ്പ്ലോറിങ്ങിനെയൊക്കെ ഒന്ന് കാണുന്നത് കണ്ടില്ലെങ്കിൽ എന്ന് കാണാനാണിത്. നൈസായിട്ട് അയച്ചത് ശരിക്കും എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓക്കെ ഗൈസ്, ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ നോക്കി ഇതാണ് പണി തരുന്നത്. ബ്യൂട്ടിഫുൾ വേണ്ട. എനിക്കിതിവിടെ കണ്ടിട്ടും എന്താ കൂട്ടായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഓരോ സ്ഥലത്തും ഇങ്ങനെ പോകുന്നു കാണും, ഓരോ ഇതാകണം തൂണാകണം കല്ലൊക്കെ. നിങ്ങളിത് എന്തായാലും പല വീഡിയോസിലും പല ഇതിലും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ കാണുന്ന രീതി, ഞാൻ പറയുന്ന രീതി വ്യത്യസ്തമാണ്. ശരി, സാധാരണ ആൾ പോയി കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് കാണാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതാണ് എൻ്റെ ഇത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിലിങ് നോക്കി കണ്ട അടിപൊളി. അത് ഒരു തൂണുമല്ല, മൊത്തം കൊത്തിയിട്ടേക്കാണ്. ടോപ്പിലോട്ട് ഒരുപാട് സ്ഥലത്തേക്കുണ്ട്, പല ഏരിയയിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിടണം. എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കയറിക്കൊണ്ടിടണം. മുകളിലേക്ക് കടച്ചു വെച്ചേക്കാണ്. ആയിക്കോട്ടെ, പയനിറക്കി ഇട്ടു, അതിന് മുകളിൽ കയറിയത്. ചൂടാണ് കൈസ്, നല്ല രീതിക്ക് നല്ല ചൂടുണ്ട്. നല്ല സാധനങ്ങളൊക്കെ ആണെങ്കിൽ നല്ലോണം കഷ്ടപ്പെടണം പറയുന്നതാണ്. നല്ല ചൂടുണ്ട്, പൊള്ളണീന്ന് നല്ലോണം പൊള്ളാനുണ്ട്. ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങി, കാരണം ഇവിടുത്തെ കാഴ്ചയൊക്കെ ഓൾമോസ്റ്റ് ഞാൻ കണ്ടു കഴിഞ്ഞു. ഞാൻ അടുത്ത സ്ഥലം പിടിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നു. ഇവിടെ തന്നെ കുറേ നേരം ഞാനിങ്ങനെ അങ്ങോട്ട് ഇവിടെ നടക്കണത്, കുറേ നേരം ഇവിടെ തന്നെ നടക്കണം. കാണാം ഇതും കണ്ട് അതും കണ്ട് അവിടുത്തെ സ്ഥലങ്ങളും. എനിക്ക് തോന്നുന്നു ഇത് തന്നെ ഞാനൊരു 10 പ്രാവശ്യം തോന്നുന്നു ഇവിടെ തന്നെ ഒന്ന് കാണുന്നത്. എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി എന്തായാലും തിരിച്ച് അടുത്ത സ്ഥലം മിക്കവാറും ഇന്ത്യ ഗേറ്റ് അല്ലെങ്കിൽ ലോട്ടസ് ടെമ്പിൾ വേറെ എന്ത് സ്ഥലം കൂടി ഉണ്ട്. അപ്പോൾ അതൊന്ന് തപ്പി പിടിച്ച് നോക്കട്ടെ. എന്നാലും പോട്ടെ. ബൈ കുത്തമ്പീനാർ, ബൈ. നെക്സ്റ്റ് സ്പോട്ട് പിടിക്കട്ടെ ഞാൻ. കുത്തമ്പീനാറോട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകണുണ്ട്. ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടത്തെ എന്തെങ്കിലും ഒരു ഓർമ്മ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും സ്റ്റിക്കർ ബേസ് സാധനങ്ങൾ. തിരിച്ച് നമ്മൊരു ഷെയർ ടാക്സി പിടിച്ച് കഴിച്ചു. മെട്രോയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. മെട്രോ സ്റ്റേഷനിൽ വന്ന് കഴിച്ചു. മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് പോകണേണ്. മെട്രോ ഒക്കെ ഇരിക്കണം നല്ലത്. അത് നമുക്ക് എക്സ്പെൻസീവ് ഭയങ്കരമായിട്ട് കുറക്കാം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ പോണത്. അടുത്തൊരു ലൊക്കേഷനിലേക്ക് നമ്മുടെ അടുത്ത ലൊക്കേഷൻ ലോട്ടസ് ടെമ്പിളിലേക്ക് പോകാൻ. ഒട്ടക അൽ അട്ടഹ. ഒട്ടകം പണ്ടേ പോയി. ക്യൂ ആണ് അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ടുള്ള. ഇത്രയും ക്യൂ. ടിക്കറ്റ് ഒന്നുമില്ല, ഫ്രീ ആണെന്ന് പറയണം. പക്ഷേ ക്യൂ നിന്ന് കയറണം. ക്യൂ നിൽക്കുന്ന ക്യൂ ആണുള്ള നല്ല ലോങ് ടൈം ഗൈസ്. എത്തി ഗൈസ്, ഒരു കണക്കിന് ഇറങ്ങി. പണ്ടാറ ക്യൂടാ എന്റെ പൊന്നെ. നമ്മ അവിടെ ക്യൂടൊക്കെ ആണെങ്കിൽ ഇന്നൊന്നും ഇവിടെ എത്തൂല. അങ്ങനെ തല്ലും കയറ്റി ബായി കയറ്റിട്ട്
ഞാൻ ഇത്ര ക്യൂടാ എല്ലാ ദിവസവും ഇങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ ഇന്ന് ഇവിടെ പണ്ടാർത്തിരക്കാണ്. എനിക്കറിയില്ല ഇവിടുത്തെ ഇത് കാണാനാണ്. ഈ ടെമ്പിളാണ് ലോട്ടസ് ടെമ്പിൾ. ഇന്ന് ക്രൗഡ് കൂടുതലാണ് ചിലപ്പം. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇത് കാണാനാണ് കഴിച്ച് ഇത്ര നേരം നമുക്ക് ക്യൂ നിന്നത്. നല്ല തിരക്കാണ്. ഒട്ടുക്കഥ തിരക്കല്ല, പക്ഷെ ഒട്ടുക്കഥ തിരക്ക്. നല്ല റോഡ് പുറകിൽ പൂരിയിട്ട് ഇതുപോലെ ഒരു സഞ്ചിയിലാക്കണം, എന്നാലേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ശരിപ്പൂരിയിട്ട് കയറണം. ഇവിടെയാണ് കഴിച്ച് വന്നിരിക്കുന്നത്. ഒരുപാട് നേരത്തെ ക്യൂ നിന്നാണ് ഇവിടെ വന്നത്. ഇവിടെ മാത്രം കുഴപ്പമില്ല, പക്ഷെ ബാഡ് അടിക്കുന്നുണ്ട്. ക്യൂ നിന്ന് संपूर्ण मानव जाति की एकता। अंदर का स्थान शांतिपूर्वक प्रार्थना और दुआ मनन का स्थान है। विद्यालय के अंदर जाएंगे तो कैमरे और मोबाइल का उपयोग न करें, न एक दूसरे से बातचीत करेंगे। जिनके पास छोटे बच्चे हैं പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ ഉള്ളിൽ വലിയ പ്രത്യേക ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് പ്രാർത്ഥിക്കുന്ന സ്ഥലം. പക്ഷേ ഇന്ന് ഭയങ്കര ക്രൗഡായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സമാധാനം നമുക്ക് കിട്ടിയില്ല. ഈ ബാഡ് ഫീലിംഗ് അവിടെ ഒന്ന് ഫീൽ ചെയ്തു. ഭയങ്കര ക്രൗഡ് ഇല്ലാത്ത റോഡായതുകൊണ്ട് ഇതാണ് നമുക്കിങ്ങനെയാണ് കാണുന്നത്. ഭയങ്കര സൗണ്ട്. അവരൊന്നും പറയാനുണ്ട് മിണ്ടാണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാവരും വന്നിങ്ങനെ ശബ്ദവും സംസാരവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ദൂരെ നോക്കുമ്പോൾ മടിയിലാണ്. പുള്ളി കയറിയിട്ട് വാവ് ഫീലിംഗ് ഒന്നുമില്ല. ഓക്കെ കുത്തമ്മീനാർ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഇങ്ങനെ ഇടിഞ്ഞു ആ വാവ് ഫീലിംഗ്. ഓക്കെ കാണാം. ടൈം വാച്ചബിളാണ്. കാണാനൊക്കെ നൈസായിട്ട് ദൂരെ നോക്കുന്നത്. പണി നോക്കണം. ബിൽഡിംഗ് നടുക്ക് ഇത്രയും വലിയൊരു തിരക്കുള്ള സ്ഥലത്ത് നടുക്കുള്ളത് കാണാൻ കൊള്ളാം. കാരണം നമ്മൾ അത്രയും തിക്കും തിരക്കിലും പെട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷെ അതുകൊണ്ടായിരിക്കും നമ്മൾ അത്ര പ്രതീക്ഷിച്ച് ആ ഒരു ഫീൽ അതിൻ്റെ ഉള്ളിൽ ഇല്ല. അവർ പറഞ്ഞത് പ്രോഗ്രാമുകൾ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്, 3 മണിയാകുമ്പോൾ പ്രോഗ്രാം ഉണ്ട്. പക്ഷേ ഇത് മെയിനായിട്ടൊരു പ്രെയർ ഹാളാണെന്ന് പറയുന്നത്. പക്ഷേ ആ പ്രെയർ ഹാളിൽ സമാധാനം വേണ്ട, അതില്ല ഇവിടെ. പുറത്ത് നോക്കുമ്പോൾ ഒരു ഇതാണ്, നല്ല ചൂടാണ്, നല്ല തളച്ച് വന്ന ചൂടാണ്. അതാണ്. അപ്പോൾ ഇനി നമ്മ അടുത്ത ഡെസ്റ്റിനേഷനോട് പോകാൻ പോവാണ്. അടുത്തെവിടെയും നോക്കണം. അടുത്ത് Next station is Kailash College. ഇപ്പോൾ ഇന്ത്യ ഗേറ്റിൽ പോയണം. വിശക്കനുണ്ട്, ഭക്ഷണം കഴിക്കണം, എന്നിട്ട് വേണം ആരെങ്കിലും പോകാനായിട്ട്. ഇതാണിപ്പോൾ നമ്മുടെ ഡ്രൈവർ. പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് തോന്നുന്നത് യൂബർ ഓടുന്നത്. കുറേയൊക്കെ മനസ്സിലാകാനുള്ള പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഹിന്ദി മാത്രം അറിയുള്ളൂ പുള്ളിക്ക്. ഇത് ഡൽഹിയുടെ വേറൊരു ഭാഗമാണ് കഴിച്ചു. ഇവിടെ നോക്കി ക്ലീൻ കണ്ട, ഇത് ക്ലീനാണ്. ഇവിടെയൊക്കെ റോഡും നൈസൊക്കെ ക്ലീനാണ്. ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല, നശിപ്പിച്ചിട്ടേക്ക്. നമുക്ക് കുടുംബശ്രീയുടെ അടുത്ത് വന്നിരിക്കുന്നത്, അതായത് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് നമ്മുടെ കേരള ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്നറിയില്ല, ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു ഉഴുന്നോടെ ചായസ്. മറ്റേ ഫുഡായിട്ടില്ല, ചോറായിട്ടില്ല. ഇപ്പം തുറന്നോളൂ ഇന്ത്യ ഗേറ്റ്. അതുകൊണ്ട് നിറച്ച് റോഡാണ്, രക്ഷയില്ലാത്ത റോഡാണ്. നോക്കാം ഉണ്ടാവും. 2 ഉഴുന്നോട വാങ്ങിച്ചിട്ട് ചമ്മന്തി മൊത്തം ഞാൻ കുടിച്ച് തീർത്തു. ഇത് വളരെ നൈസാണ്. പുള്ളിയാണ് ഇതിൻ്റെ ഓണം വരികത്തിക്കലായിരുന്നു. എന്തായാലും കൊള്ളാം. ഇനി ഒന്ന് കറങ്ങിയിട്ട് വേണം എന്നിട്ടോ നെയ്ച്ചോറിനാനായിട്ട്. പാർലമെൻറ്റ് ഓപ്പൺ ആണെന്ന് പറയാനായിട്ട് പാർലമെൻറ്റിലേക്കൊന്ന് പോയി നോക്കിയാലാന്നുണ്ട്. ഇവിടെ നിറച്ച് റോഡാണ്. അപ്പോൾ അവിടെയും ഇതിൻ്റെ അപ്പുറം കൊടുക്കും. കാരണം 2 ദിവസം കൊണ്ടാണ് അത് ഓപ്പൺ ആവുള്ളൂ. നോക്കട്ടെ. വിശക്കനുണ്ട്, നല്ല വിശപ്പുണ്ട്. എല്ലാവരോടും സോ ഗായ്സ്, അങ്ങനെ നമ്മ ഇന്ത്യ ഗേറ്റും കണ്ടിരിക്കുകയാണ്. പക്ഷേ പൊതുവെ ഇവിടെ ഇത്രയും തിരക്കുണ്ടാവില്ലെന്നാണ് പറയാറ്. ഇന്നത്തെ ദിവസം പണ്ടര തിരക്കാണ്.
ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട്. നമ്മുടെ കേരളത്തിലെങ്കിൽ ഇത്രയും ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് അത്രയും ആഘോഷിക്കാത്ത ഞാൻ കണ്ടേക്കണത്. രാവിലെ ഒരു പതാക ഉയർത്തും, പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒരു പതാക ഉയർത്തും, അല്ലെങ്കിൽ നമ്മൾ ലഡു കഴിച്ചിട്ട് വീട്ടിൽ പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും കൊടിയും അതുപോലെ എല്ലാവരുടെയും മൂത്തും എല്ലാം ചെയ്തിട്ടാണ് ഇവർ അങ്ങനെ നടക്കുന്നത്. മൂത്തൊക്കെ മൊത്തം കൊടിയൊക്കെ ഇങ്ങനെ വരച്ച് നെഞ്ചത്തൊക്കെ കൊടിയൊക്കെ കുത്തി ഭയങ്കര ഇത്. വണ്ടിയുമൊക്കെ പണ്ടാറിലെ കൊടിയൊക്കെയാണ് കുത്തിയേക്കുന്നത്. നാട്ടിലേക്ക് ഒരു രക്ഷയില്ലാത്തൊരിതാണ്. സോ നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഇന്ന് പാർലമെന്റ് തുറന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ അങ്ങോട്ടേക്ക് ഒന്ന് കയറാൻ പറ്റും നോക്കട്ടെ. അങ്ങനെയെങ്കിലേ നോക്കാം. ഇന്ത്യ ഗേറ്റ് ഞാൻ ദൂരെ നിന്നും അടുത്തുനിന്ന് കാണിച്ചു തരാം. ദൂരെ ചെന്ന് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ്, അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ വലുതാണ്. വെള്ളത്തിൽ വീണില്ലെങ്കിൽ ഇന്ത്യ ഗേറ്റിലെത്തും, ഇല്ലെങ്കിൽ വെള്ളത്തിൽ വീഴും. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഇതിലേക്ക് കയറിയതാണ്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും വെള്ളത്തിൽ ഞാൻ വീഴാം. നോക്കട്ടെ, എനിക്കൊരു വഴിയാണ്. വെള്ളത്തിൻ്റെ നടുക്കൊക്കെ എന്തോ സാധനമൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളച്ചാട്ടം തന്നെ സാധനമാണെന്ന് തോന്നുന്നു. രാത്രിയിലായിരിക്കുള്ളൂ ഇതിൻ്റെയൊക്കെ ഭംഗി നമുക്ക് കാണാൻ പറ്റും. എന്താ കുറേ പേരൊക്കെ അടുത്ത് വരുമ്പോഴുള്ള ഇന്ത്യ ഗേറ്റും ദൂരെ നിന്നുള്ള ഇന്ത്യ ഗേറ്റും ഞാൻ കാണിച്ചു തരും. ഇന്ത്യ ഗേറ്റിൻ്റെ സൈഡാണ്. മറ്റേ വെള്ളിമുങ്ങിയിൽ നമ്മുടെ അജി വർഗീസ് ചോദിച്ച പോലെയാണ്. ഗേറ്റ് ഉണ്ട്, മതിലില്ലല്ലോ. അതാ മതിലില്ലാത്ത മതിൽ ഇങ്ങനെ ഒരു മതിലിന് പകരം ഒരു പുഴയാണ് അവിടെ വെച്ചിരിക്കുന്നത്, ഒരു കനാല് പോലെ. അപ്പോൾ ചാടി കിടക്കണമല്ലോ. മതിലാണെങ്കിലും ചാടണം, പുഴയാണെങ്കിലും ചാടണം, വെള്ളമാണെങ്കിലും ചാടണ്ടേ. അതുകൊണ്ടായിരിക്കും ഒരു എന്തെല്ലാമാണല്ലോ ഇതൊക്കെ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് അടുത്ത് നിന്നിട്ടുള്ള കാഴ്ച. ഇതാണ് ദൂരെ നിന്നിട്ടുള്ള ഇന്ത്യ ഗേറ്റ്. അപ്പോൾ അടുത്തുള്ള ഇന്ത്യ ഗേറ്റും ദൂരെ നിന്നുള്ള ഇന്ത്യ ഗേറ്റും ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയും ക്രൗഡ് ആയതുകൊണ്ടാണ് കാഴ്ച നമുക്ക് ഇതൊന്നും കാണാൻ പറ്റാത്തത്. ഇതാണ് കണ്ട ദൂരെ നോക്കുമ്പോൾ ഇന്ത്യ ഗേറ്റ്. കുറച്ചും കൂടി ദൂരം നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ പാർലമെൻറ്റ് ആണ്. അവിടെ വരെ പോകണം. ആദ്യം ഇതിലെ കഴിക്കട്ടെ, കഴിച്ചിട്ടുണ്ടെങ്കിൽ പാർലമെൻറ്റ് എത്തുമ്പോഴേക്കും ഞാൻ എത്താം. ഒരു കയറാൻ പറ്റുന്നില്ല. അതിലൂടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഒരു ഇത്ര നിരക്ക് ഉണ്ടാവാറില്ല ഇൻഡിപെൻഡൻസ് ഡേ ആകുമ്പോൾ ഇത്രയും ക്രൗഡ് ഒരു നോക്കുമ്പോൾ ചില സമയത്ത് നല്ലതാണ്, ചില സമയത്ത് ഭയങ്കര മോശമാണ്. ഗൈസ്, ഞാൻ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം എല്ലായിടത്തും ഈ അവസ്ഥ തന്നെയാണ്. വണ്ടര ക്രൗഡാണ്. നമുക്കൊന്നും സമാധാനത്തോടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റില്ല. കുത്തം മിനാർ മാത്രം നമുക്കിത് മര്യാദ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയൊക്കെയാണ്. എന്തോ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ. എടോണം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. ഇങ്ങനെയല്ല, ഇൻഡിപെൻഡൻസ് ഡേ നമ്മയൊക്കെ വീട്ടിലിങ്ങനെ ഇരിക്കും. അതാണ് നമ്മൾ ചെയ്യാറ്. ഇവിടെ നേരെ തിരിച്ചാണ്. എന്തായാലും നാളെ നമ്മൾ താജ്മഹലിലേക്ക് കാണാനൊക്കെ പോണേന്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ നിങ്ങൾക്ക് കാണാം. എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ഇട്ട് തരാം. ബൈ.